ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ. ആചാര്യന്മാർ പറഞ്ഞു തന്ന പ്രകാരത്തിൽ നല്ല കാര്യങ്ങൾ നിരന്തരം ചിന്തിക്കൂ. അങ്ങനെ ജീവിതകാലം മുഴുവൻ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത്, പ്രാണൻ വിട്ടുപോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല, പ്രാണൻ വിട്ടുപോകുന്ന സമയത്ത് ആ നല്ല ചിന്ത തന്നെ വരും. അപ്പോ തുടർന്നുള്ള ജന്മം ആ പ്രകാരത്തിലായിത്തീരും. അങ്ങനെ നല്ലൊരു ജന്മം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ നല്ലതായി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ ജീവിതമല്ല, എത്രയോ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞു. മുചുകുന്ദനോട് ഭഗവാൻ പറഞ്ഞ കാര്യം ആ ദശമസ്കന്ധത്തിൽ നോക്കുക, ഭാഗവത്തിൽ. ഗീതയുടെ 4-ാം അധ്യായത്തിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞ 4-ാം അധ്യായത്തിന്റെ തുടക്കം 2-3 ശ്ലോകങ്ങൾ, 3-4 ശ്ലോകങ്ങൾ അത് നോക്കിക്കൊള്ളുക. നമ്മുടെ ഇത് ആദ്യത്തെ ജന്മമല്ല, എത്രയോ ലക്ഷം ജന്മങ്ങൾ കഴിഞ്ഞു. അത് നമുക്ക് അറിഞ്ഞുകൂടാ, ഭഗവാൻ അറിയാം. താന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. നിനക്കും ധാരാളം ജന്മം കഴിഞ്ഞു, എനിക്കും ധാരാളം ജന്മം കഴിഞ്ഞു, എനിക്കിതെല്ലാം അറിയാം, നീ ഇതൊന്നും അറിയുന്നില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതറിയണമെങ്കിൽ എന്ത് വേണം? ഞാൻ ആരാണെന്നറിയണം. നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഞാനെന്ന്, അഹം ബ്രഹ്മാസ്മി എന്നറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും ഈ പ്രകാരത്തിലുള്ളതായ സംശയങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ ആരുമില്ല, മരിക്കുന്നതോടുകൂടി എല്ലാം തീർന്നു, ഇതാണല്ലോ ഭൗതികവാദികൾ പറഞ്ഞു നടക്കുന്നത്, ആ പ്രകാരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ പിന്നെ ഉണ്ടാവില്ല. വസ്തുത മനസ്സിലാക്കുവോളം മാത്രമേ അത്തരം തെറ്റിദ്ധാരണകൾക്ക് നിലനിൽക്കുള്ളൂ. വസ്തുത മനസ്സിലാക്കുമ്പോഴേക്കും തെറ്റിദ്ധാരണകൾ നീങ്ങുന്നു. തമാത്മസ്തം യേനു പശ്യന്തി ധീരാഹ കഠം. ആ പരമാത്മാവ് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് ഏതൊരു ധീരനാണോ അറിയുന്നത്, തേഷാം സുഖം ശാശ്വതം നേതരേഷാം, അവർക്ക് ശാശ്വതമായ സുഖം ഉണ്ടാകും. ഞാൻ ആ പരമാത്മാവാണ് എന്നറിയുന്നവന് ശാശ്വതമായ, ഒരിക്കൽ നഷ്ടപ്പെടാത്തതായ സുഖമുണ്ടാകുന്നു. മനോ ബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. ശങ്കരാചാര്യസ്വാമികൾ നിർവാണ ഷട്കം ഇതാ പറയണേ. നേതി നേതി എന്നുള്ളതിനെയാണ് പറയുന്നത്. നേതി നേതി ഇവിടെയാണ് ബൃഹദാരണ്യകം പറഞ്ഞു വെച്ചിരിക്കുന്നത്, അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. അതായത് ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണ നേത്രേ. ഞാൻ കാതല്ല, ഞാൻ മൂക്കല്ല, ഞാൻ കണ്ണല്ല, അതേപോലെ തന്നെ ഞാൻ ഈ ത്വക്കല്ല. നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു. ഞാൻ ആകാശമല്ല, ഞാൻ വായുവല്ല, ഞാൻ അഗ്നിയല്ല, ഞാൻ ഭൂമിയല്ല, ഞാൻ ജലമല്ല. പിന്നെയോ ആരാ ഞാൻ? ചിത് ആനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് സ്വരൂപവും ആനന്ദസ്വരൂപമായ ശിവമാണ് ഞാൻ, ശിവമാണ് ഞാൻ. അത് അറിയുന്നയാള് ഒരിക്കലും ജനിമൃതി പരമ്പരകളുടെ ബന്ധനത്തിൽപ്പെട്ട് ഉഴലാൻ ഇടവരുന്നില്ല. അതിനു വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് ഗീത പറയുക. അങ്ങനെ സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അന്ധകാലേച മാമേവ സ്മരൻ മുക്ത്വാ കളേബരം. അവസാന കാലത്ത് എന്നെ തന്നെ ഓർത്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ തന്നെ ഓർത്തുകൊണ്ട് ആരാണോ ശരീരത്തെ വെടിയുന്നത്, യപ്രയാതി, ആരാണോ ശരീരത്തെ വെടിഞ്ഞു പോകുന്നത്, സമദ്ഭാവം വ്യാധി നാസ്ത്യത്ര സംശയ, അവൻ എൻ്റെ ഭാവത്തിൽ എത്തിച്ചേരുന്നു, ഞാൻ തന്നെ ആയിത്തീരുന്നു, പരമാത്മാവ് തന്നെ ആയിത്തീരുന്നു. എന്താ കാരണം എന്നറിയോ?
യം യം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം. മരിക്കുന്ന അവസരത്തിൽ ഒരാൾ ഏതൊരു ഭാവത്തെയാണോ ഏതൊരു വിചാരത്തെയാണോ ഹൃദയത്തിൽ പുലർത്തുന്നത്, ഏതിനെ ഓർത്തുകൊണ്ടാണോ ശരീരം വെടിയുന്നത്, അത് തന്നെ അയാൾക്ക് വരും. നിരന്തരം തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ തെറ്റായ കാര്യമേ മരിക്കുന്ന സമയത്ത് വരൂ, അയാൾ അങ്ങനെ ജനിക്കും. നിരന്തരം നല്ല കാര്യങ്ങൾ സ്ഥിരം ചെയ്താൽ ശരിയായ ചിന്തയെ മരണസമയത്ത് വരൂ, അയാൾക്ക് ആ രീതിയിൽ ഉദാത്തമായ ജീവിതം തന്നെ ലഭിക്കും. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യച. അതിനാൽ എല്ലാ കാലഘട്ടത്തിലും എന്നെ തന്നെ ഓർത്തുകൊള്ള, എന്നിട്ട് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുക. അതാണ് യുദ്ധ്യച. ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുക. തുടർന്ന് വളരെ വിശദമായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൽ ഒന്ന് മാത്രം പറഞ്ഞങ്ങ് മാറുകയാണ്. എന്താ? ഭീഷ്മർ ശരശയ്യയിൽ കിടന്നില്ലേ? എന്താ അത്? ഉത്തരായനം വരുന്നവരെ അദ്ദേഹം കാത്തുകിടന്നു. ദക്ഷിണായനത്തിലാണ് യുദ്ധം നടന്നത്. അദ്ദേഹത്തെ 10-ാം ദിവസം താഴേക്ക് തള്ളിയിട്ടു. അദ്ദേഹം വീണു കൊടുത്തു. അതൊക്കെ നമുക്കറിയാം. പക്ഷേ യുദ്ധമെല്ലാം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഏറെക്കാലം ജീവിച്ചിരുന്നു. എന്താ? ഉത്തരായനം വരണം. ഉത്തരായനം വരുന്നവരെ അവിടെ കിടന്നു. ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടത്, അഭ്യർത്ഥിച്ചത് അനുസരിച്ച് യുധിഷ്ഠിരന് വേണ്ടുന്ന ഉപദേശമെല്ലാം നൽകി. അതാണ് ശാന്തിപർവവും അനുശാസന പർവവും. നമ്മുടെ ധർമ്മസംഹിത മുഴുവൻ ആ 2 പർവ്വങ്ങളിലായിട്ട് കാണും. ഏറ്റവും വലിയ പർവ്വങ്ങളാണത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രാണനെ വെടിയുന്നു. എന്താ ഇത്? അതിന്റെ അർത്ഥം അദ്ദേഹം മകരം 1-ാം തീയതി ആകുന്നത് വരെ അവിടെ കിടന്നു എന്നല്ല. കഥയിൽ അങ്ങനെ പറയണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മകരം 1-നാണല്ലോ ഉത്തരായനം തുടങ്ങണേ. അതുവരെ കിടന്നു എന്നല്ല. ഈ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും ഇതിനകത്ത് 2 ശ്ലോകങ്ങൾ മുമ്പ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും തൊടാതെ പോവാ, എല്ലാവർക്കും അറിയാം. ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നത് നമ്മുടെ പ്രാണന്റെ മുകളിലേക്കുള്ള ഗതിയും താഴേക്കുള്ള ഗതിയുമാണ്. നല്ല കാര്യങ്ങൾ നിരന്തരം ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ പ്രാണൻ ഉത്തരായനത്തിലായിരിക്കും. ചീത്ത കാര്യങ്ങൾ നിരന്തരം ചിന്തിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്താൽ പ്രാണൻ ദക്ഷിണായനത്തിലായിരിക്കും. അങ്ങനെയുള്ളവർ എവിടെ പോയി ജനിക്കുമെന്നറിയോ? അസൂര്യ നാമതേ ലോകാഹ അന്ധേന തമസാവൃത. അങ്ങനെയുള്ള ആളുകൾ താമസത്തെ പ്രത്യാഭിഗച്ഛന്തി. മരിച്ചു കഴിഞ്ഞാൽ സൂര്യനില്ലാത്തതായ ഇരുളടഞ്ഞതായ ലോകത്തിൽ ചെന്ന് ജനിക്കും. ഈശാവാസ്യ ഉപനിഷത്തിലെ 3-ാമത് മന്ത്രം. അവരെ കാത്തിരിക്കുന്നത് അതാണ്. പിന്നെ എന്താ വേണ്ടത്? സൽക്കർമ്മങ്ങൾ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ, ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ നിരന്തരം ചെയ്യുക. അങ്ങനെയായാൽ ആ ആളിന്റെ പ്രാണൻ ദേവയാനത്തിലായിരിക്കും. അതാണ് ഉത്തരായനം. വെളിയിൽ കാണുന്ന ഉത്തരായനം മാത്രമല്ല അത്. കഥയിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു തരണം. ഭൗതിക തലത്തെയും മാനസതലത്തെയും അധ്യാത്മതലത്തെയും ബ്രഹ്മതലത്തെയും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വ്യാസൻ ഈ കഥ എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ വാക്കിനും ഈ അർത്ഥങ്ങളെല്ലാം. അപ്പോൾ ഭൗതികമായ അർത്ഥം മാത്രമല്ല, പിന്നെയോ നമ്മുടെ ആന്തരികമായിട്ടുള്ള പ്രാണന്റെ ഉത്തരായനം. അത് കർക്കിടകം 1-ാം തീയതിയും പ്രാണൻ ഉത്തരായനം സംഭവിക്കും. കർക്കിടകം 1 തൊട്ട് ധനു അവസാനത്തെ ദിവസം 30 വരെ മരിച്ച ആളുകൾ നരകത്തിൽ പോയവരൊന്നുമല്ല. അവരുടെ പ്രാണൻ ആരുടെയൊക്കെ പ്രാണനാണോ ഉത്തരായനത്തിലായിരുന്നത് അവരെല്ലാം ഉപരിലോകങ്ങളിലേക്ക് പോകും. മകരം 1 തൊട്ട് കർക്കിടകം 1-ന്റെ തലേ ദിവസം വരെ ശരീരം വെടിഞ്ഞവരെല്ലാം സ്വർലോകത്തിലും പോയിട്ടില്ല. അവരുടെ പ്രാണൻ ഏത് തലത്തിലാണോ ആ പ്രാണൻ ഉത്തരായനത്തിലാണെങ്കിൽ അവര് മകരം തൊട്ട് ഇങ്ങ് കർക്കിടകം വരെ മരിച്ചാലും കർക്കിടകം തൊട്ട് മകരം വരെ മരിച്ചാലും അവര് ദേവയാനത്തിലേക്കേ പോകുള്ളൂ. അവരുടെ പ്രാണൻ ഏത് വഴിക്ക് പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്. നേരെ വിപരീതമാണ് ഇതിന്റെ 2-ന്റെയും ഗതി. അവിദ്യയുടെയും വിദ്യയുടെയും ഗതി നേരത്തെ പറഞ്ഞ ഇതാണ്. ഇവരുടെ ജീവൻ മുകളിലേക്കേ പോകുള്ളൂ. പക്ഷെ മരിക്കുന്നത് എന്നായാലും അത് കർക്കിടകം തൊട്ട് മകരം 1 വരെ ആയാലും മകരം 1 തൊട്ട് കർക്കിടകം വരെ ആയാലും അവരുടെ പ്രാണൻ താഴേക്കാണ് വരുന്നതെങ്കിൽ, ദുഷ്ടമായ പ്രവർത്തികൾ കൊണ്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ അത് ദക്ഷിണായനത്തിലാണ്. ഉത്തരായനം, ലൗകികമായ ഉത്തരായനത്തിൽ മരിച്ചാലും ദക്ഷിണായനത്തിലാണ്. അതുകൊണ്ട് നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്യൂ എന്ന് ഗീത നമ്മോട് വിളിച്ചു പറയും. ഭീഷ്മന്റെ
ഈ കഥയെല്ലാം നമ്മുടെ മുന്നിൽ കാണിച്ചുകൊണ്ട്. അവിടെ കിടന്ന ഭീഷ്മന് ഈ അമ്പുകളൊന്നും വേദന ഉണ്ടാക്കിയില്ല. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്നുള്ള അനുഭവത്തിൽ നിൽക്കുന്നയാളാണ് ഭീഷ്മൻ. അമ്പുകളൊന്നും വേദന ഉണ്ടാക്കിയില്ല. തല ഉയർത്തി വെക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും തലയെണ്ണ എടുക്കാനായിട്ട് ദുര്യോധനൻ വീട്ടിലേക്ക് ഓടി. വേണ്ടാന്ന് പറഞ്ഞു. അർജുനനോട് പറഞ്ഞു. ആ 3 അമ്പുകൾ കൊണ്ട് തലയെ ഉയർത്തി കൊടുത്തു. അമ്പുകളിൽ തല വെച്ചിട്ടും വേദനിച്ചില്ല. എന്താ കാരണം? ഞാൻ ശരീര മനോബുദ്ധികളല്ല. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അങ്ങനെയാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്. ഇതാണ് ശരശയനം. ഈ ശരങ്ങളൊന്നും വേദനിപ്പിക്കൽ. ഇതെല്ലാം ശരീരത്തിന്, ശരീരധർമ്മം അത് ചെയ്തു. ആത്മാവിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ശരീരത്തിൽ നിന്നുണ്ടായതല്ല ആത്മാവ്, ആത്മാവിൽ നിന്നുണ്ടായതല്ല ശരീരം. ഇങ്ങനെ ശുക്ലകൃഷ്ണേ ഗതി ഹേതേ ജഗത ശാശ്വതേ ശുഭേ. ഈ ലോകത്തിൽ ശാശ്വതമായിരിക്കുന്ന ശുഭകരമായ യാത്രാമാർഗങ്ങളാണ് വെളുത്ത മാർഗവും അതേപോലെ കറുത്ത മാർഗവും. ഏകയാത്യനാവൃത്തിയും. വെളുത്ത മാർഗത്തിലൂടെ, പ്രകാശത്തിന്റെ മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ, ഉത്തരായനത്തിലൂടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, മോക്ഷത്തിലേക്ക് പോകും. പിന്നെയോ കറുത്ത മാർഗത്തിലൂടെ, ഇരുട്ടിന്റെ മാർഗത്തിലൂടെ, ദക്ഷിണായനത്തിലൂടെ പോയി കഴിഞ്ഞാലോ അന്യയാവർത്തതേ പുനഃ, നേരെ തിരിച്ചു. പലപ്പോഴും മനുഷ്യജന്മം ആകണമെന്നില്ല, താൻ ചെയ്ത കർമ്മത്തിനനുസരിച്ചുള്ള സ്ഥലത്ത് വരും. അപ്പോൾ മരണശേഷം ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കഠോപനിഷത്തും ഭഗവത്ഗീതയിലെ 8-ാം അധ്യായവും, ഭഗവത്ഗീത മൊത്തം ഇത് തന്നെ, 8-ാം അധ്യായം വിശേഷിച്ചും 8-ാം അധ്യായവും അതേപോലെ നമ്മുടെ എല്ലാ മഹാഗ്രന്ഥങ്ങളും വളരെ വ്യക്തമായി തരുന്ന മറുപടി ഇതാണ് ഇവിടെ എൻ്റെ സ്റ്റുഡൻ്റായിരിക്കുന്ന കീർത്തി സാഗർ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്. മുക്തിയും പുനർജന്മവും രണ്ടിനെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. വളരെ വേഗത്തിലുള്ള ഓട്ടമാണ്, പല പുസ്തകങ്ങൾ കൂടിയുള്ള ഓട്ടമാണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. 24 തത്വം പറയുന്നിടത്തും അവസാനം വന്നപ്പോഴത്തേക്കും ഒന്ന് കുഴഞ്ഞുപോയി. അത് അത്രയും വേഗത്തിൽ പോയതിൻ്റെ ഒരു കുഴപ്പമാണ്. പിന്നെ അതെങ്ങനെയും ശരിയാക്കി. അത് നോക്കണം, അത് റെക്കോർഡ് നോക്കുമ്പോഴത്തേക്കും അറിയാം. അപ്പോൾ നമുക്ക് വലിയൊരു അവസരമാണ് ഈ പവിത്രമായിരിക്കുന്ന പ്രസ്ഥാനം തരുന്നത്. ആ അവസരത്തെ നമ്മൾ വിനിയോഗിക്കണം. ഭീഷ്മൻ ഏത് മാർഗത്തിലൂടെയാണോ പോയത്, അനാവർത്തിയുടെ മാർഗത്തിലൂടെ, തിരിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് കഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ, മോക്ഷത്തിൻ്റെ മാർഗത്തിലൂടെ, മോക്ഷവും പുനർജന്മവും, മോക്ഷത്തിൻ്റെ മാർഗത്തിലൂടെ ഭീഷ്മൻ പോയി. കൃഷ്ണൻ മുക്തനാണ്, വ്യാസൻ മുക്തനാണ്, അവരെല്ലാം ജീവിച്ചിരിക്കവേ മുക്തന്മാരാണ്. അങ്ങനെ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ പല തലങ്ങളിൽ നിൽക്കുന്നവരെ മഹാഭാരതത്തിൽ നമുക്ക് കാണാം. അത് നമ്മൾ പഠിക്കണം ഈ ഗ്രന്ഥങ്ങളോടൊപ്പം ചേർത്ത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് ഗുരുനാഥന്മാർ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, പരമപവിത്രമായ ഈ വേദ പഠന കേന്ദ്രം ഭാവന ചെയ്യുകയും അത് വർഷങ്ങളോളം നടത്തുകയും ഇപ്പോഴും ചൈതന്യവത്തായിട്ട് നിലനിർത്തുകയും ചെയ്യുന്ന ആചാര്യ നരേന്ദ്രഭൂഷൺ അവരുടെ പാദപങ്കജങ്ങളിൽ, അതേപോലെ തന്നെ ഇതിനെ ഭംഗിയായി പ്രവർത്തിപ്പിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം എൻ്റെ വാക്കുകളെ സമർപ്പിക്കുന്നു. ജയ് സീതാറാം.